ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്യാനുള്ളത് ഒരു ബോംബെക്കാരിയാണ്. അതായത് ഇക്കാൻ്റെ പെങ്ങളെ മോൻ്റെ വൈഫ് തന്നെയാണ്. ഇക്കാൻ്റെ സിസ്റ്ററും ഒക്കെ ബോംബെയിൽ സെറ്റിൽഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ മോൻ അവിടെ നിന്നായിരുന്നു കല്യാണം കഴിച്ചത്. അവള് ഹിന്ദി മാത്രം അറിയുന്നുണ്ട്, മലയാളം അത്ര വശമല്ല, ചെറിയ ചെറിയ ഇതേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസും കുക്കിംഗ് മെത്തേഡും ഒക്കെ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം അവളെ ഒന്ന് പരിചയപ്പെടുത്താം. अस्सलाम वालेकुम, मैं ज़ैनब। आज बना रही हूँ लेट्यूस चिकन बॉक्स। ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ്. അപ്പം അതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലോർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 മുട്ട. നിങ്ങൾ ചിക്കൻ കുറവെടുക്കുന്നതാണെങ്കിൽ 1 മുട്ട എടുത്താൽ മതിയാവും. അപ്പം ആ 1 മുട്ടയും ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അരമണിക്കൂറിന് ശേഷം ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ചെറിയ ക്യൂബാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത ചിക്കനും ലെറ്റ്യൂസും പച്ചമുളകും, അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ മയോണീസ്, 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, ഒരു 1/2 കപ്പ് ഷെഡഡ് ചീസ്, ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു ഫില്ലിങ് നമുക്ക് 2 സമൂസ ഷീറ്റ് ക്രോസ് ചെയ്ത് വെച്ച് ഇതിൽ കാണുന്നത് പോലെ ഈ ഫില്ല് ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുത്ത് ഈ പാറ്റീസ് ബീറ്റ് ചെയ്തെടുത്ത് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ലെറ്റ്യൂസ് ചിക്കൻ പോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സൈനബ് ഉണ്ടാക്കിയ ലെറ്റ്യൂസ് ചിക്കൻ ബോക്സ് കണ്ടല്ലോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ആ ഒരു ക്രിസ്പി ചിക്കനും ലെറ്റ്യൂസും ഒക്കെ വരുന്ന ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ കണ്ടിന്യൂ വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ കുറേ പേരുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തതൊക്കെ ഡിസേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നുകൂടെ പ്രസ് ചെയ്ത് വെക്കുക. എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.